കുറച്ച് ബാക്കിലേക്ക് പോവാണ് കേട്ടോ. 2007 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ കേട്ടോ. ഞങ്ങൾ സൈറ്റാൻ്റെ വീട്ടിൽ ചെന്നപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ ഞങ്ങളുടെ മീൻസ് അടുക്കളയുടെ അവിടെ ഇങ്ങനെ ചെറിയൊരു പണ്ടത്തെ വീടിനൊക്കെ ഉണ്ടാവില്ലേ, ചെറിയൊരു മിറർ വെച്ചിട്ടുണ്ട്. മിററല്ല, ഒരു അതിനെന്താ പറയാ, ചെറിയൊരു എന്താ പറയണേ അതിനെന്താ പറയാ, ചെറിയൊരു ഗ്ലാസ് ഉണ്ടാവും. അപ്പൊ അതിലൂടെ ഇങ്ങനെ എന്താ പറയാ, നമ്മുടെ അടുക്കളയിലേക്ക് ഇങ്ങനെ വെട്ടം വീഴും. അപ്പൊ ആ വെട്ടത്തോടെ എനിക്ക് കാണിങ്ങനെ സൂര്യരശ്മികൾ അരിച്ചിരിച്ചിരിച്ചിറങ്ങുന്ന ഒരു ഇത്, അതൊക്കെ എനിക്കിപ്പോ വിഷ്വലുണ്ട് എന്റെ മനസ്സിൽ. ആ അടുക്കള നിറച്ച ആൾക്കാരാണ്. കല്യാണം കഴിഞ്ഞ എന്ന സമയമുള്ള എന്തൊക്കെയോ ചെയ്യുന്നു, ഭയങ്കര ബഹളം, എന്നുവെച്ചാൽ രസമാണ്. അന്ന് ഞങ്ങളുടെ മാമി പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പച്ചന്റെ സഹിച്ചാന്റെ അപ്പച്ചന്റെ പെങ്ങള് മാമി എനിക്കൊരു എന്താ പയറ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി തന്നു. ഒരു പയറ് മെഴുക്കുവരട്ടിയുടെ ആ ഒരു ടെക്സ്ചറും അതിന്റെ ടേസ്റ്റും ഞാൻ ഇന്നും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഇത് പയറ് മെഴുക്കുവരട്ടി അല്ല കേട്ടോ, ഇത് പയറ് ഒലത്തിയതാണ്. അപ്പൊ അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ട്യൂൺ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. പയറൊന്ന് നല്ലപോലെ കഴുകി അരിയെടുക്കാം കേട്ടോ. കഴുകിയിട്ട് വരട്ടെ. ഞാനാണെങ്കിൽ പയറൊക്കെ കയ്യിൽ വെച്ചരിയാം. അപ്പയാണെങ്കിൽ കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത് അങ്ങനെ അരിഞ്ഞു തരുള്ളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞതാ. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞെടുപ്പൊക്കെ കളഞ്ഞിട്ട് പിന്നെ വെക്കുന്നത്. അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് പടപടാന്നങ്ങ് അരിഞ്ഞെടുക്കും. ഇത് മെഴുക്കുവരട്ടിക്കായിട്ട് നമുക്ക് ഏകദേശം ഒരു വലിപ്പത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പയറ് മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാനൊരു പാനിൽ പയറിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് ഉപ്പ് വെതറി അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു പൊടിക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. എനിക്ക് പറ്റിയ അടപ്പ് പാത്രമില്ല, വാങ്ങിക്കണം. ഞങ്ങളുടെ അമ്മയുണ്ടല്ലോ, കുക്ക് ചെയ്യുന്നതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു പാത്രം എടുത്ത് വെക്കും. പാത്രമോ ചരുവോ എന്തെങ്കിലും ഉണ്ടാവും. എല്ലാ സ്പൂണുകളും അതിലിടുക. അപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക, അടുപ്പോ ബർണറോ അങ്ങനെയൊന്നും അഴുക്കാകത്തില്ല. അതിൻ്റെ മേളിൽ വെച്ചിട്ട് എണ്ണ മഴ ആവില്ലേ, അങ്ങനെ ചെയ്യത്തേയില്ല. ഒരു പാത്രം എപ്പോഴും ഇങ്ങനെ വെച്ചേക്കും. അത് നല്ലൊരു കാര്യം. നമ്മളെല്ലാം എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കവറിങ്ങനെ വെച്ചേക്കത്തില്ലേ, എണ്ണയുടെ ഒരിറ്റു പോലും നഷ്ടപ്പെടാതിരിക്കും. നമ്മുടെ അടുത്ത നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. തേങ്ങ അപ്പം എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു ഡിയർ. എൻ്റെ കത്തി കിട്ടിയാലേ എനിക്കൊരു സന്തോഷമുള്ളൂ. അങ്ങനെ ചില സാധനങ്ങൾ കാണില്ല നമ്മുടെ അടുക്കളയിൽ, എത്ര ഇതായാലും നമുക്ക് കളയാൻ തോന്നാത്ത ചില ഉപകരണങ്ങൾ. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പുതിയ കത്തിയൊക്കെ വാങ്ങിച്ച്, പക്ഷെ കത്തി അലമാരയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ പഴയ കത്തി കൊണ്ടാണ് ഇപ്പോഴും. ഇത് ശരിക്കും പിന്നെ അപ്പച്ചൻ എനിക്ക് പത്തനാപുരത്ത് നിന്ന് ചന്തയിൽ നിന്ന് വാങ്ങിയിട്ട് തന്നു വിട്ട കത്തിയാണ്. ഇടയ്ക്ക് നമ്മുടെ പയറൊന്ന് നോക്കിയോണേ. കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റട്ടെ. തീ ഒന്ന് കൂട്ടി വെച്ചോളൂ. ഇത് നമ്മൾ അടയ്ക്കണ്ട, ഇതിൽ കിടന്നൊന്ന് വറ്റാനേ ഉള്ളൂ. അതെ, ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. വേറൊരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് വേറൊരു പാനിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സൈഡിലോട്ട് തന്നെ ഇങ്ങനെ വെച്ച് അങ്ങ് താളിക്കത്തേ ഉള്ളൂ. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു എന്താ പറയുക, ഒരു സ്റ്റൈലൊക്കെ വേണ്ട. അതിന് വേണ്ടി കുറച്ച് നമ്മുടെ ഡ്രൈ ചില്ലീസ്, വറ്റൽ മുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വറ്റൽ മുളകിൻ്റെ ശരിക്കും ക്രഷ് ചെയ്തിട്ടാണ് നമ്മുടെ ചെയ്യുക. പക്ഷേ അത് കുറച്ചും കൂടെ എരിയാവുമോ എന്ന് എനിക്കൊരു പേടി വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. നെയ്യിൽ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. ഇനി നമ്മുടെ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ. ഇതിലേക്ക് ഒരു നുള്ളുപ്പിട്ട്, കുറച്ച് മതിയേ, ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്തിനുണ്ടല്ലോ ഒരു ബീഫിൻ്റെ മണം. ഇനി ഇതിലേക്കൊരു നുള്ള് മുളക് പൊടി ഇട്ടോ, കുറച്ച് മതിയേ. ആ തേങ്ങാക്കൊത്തിൻ്റെ കളറൊന്ന് മാറാൻ വേണ്ടി മാത്രം. അടിപൊളി. പയറ് ഞാനിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. വീഴത്തങ്ങനെ വീഴത്തെ. ഓക്കെ, അതുപോലെ ഇളക്കി കൊടുക്കുക. ഈ മെഴുക്കുവരട്ടിക്ക് നമുക്ക് അധികം എണ്ണയും ആവില്ല. പക്ഷെ നമ്മൾ മറ്റേതിങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയല്ലേ എടുക്കുന്നത്. മറ്റേ പാത്രത്തിലേക്ക് ഇട്ടാൽ മതിയായിരുന്നു അല്ലേ, അത് കുറച്ചുകൂടെ
വലുതായിരുന്നു, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ പയർ ഒലത്തിയതും വളരെ ഇഷ്ടം. പയർ ഒലത്തിയത് നമുക്ക് പ്ലേറ്റിംഗ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനൊരു ഡെക്കറേഷൻ വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ നല്ലതുമാണല്ലോ എല്ലാം. നമ്മുടെ പയർ ഉലർത്തിയത് റെഡിയായിട്ട് ഞാൻ നേരത്തെ തെറ്റിച്ചാ പറഞ്ഞത് തോന്നുന്നു കേട്ടോ ഇൻട്രോയില്. അപ്പം നമുക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നിന്നിട്ട് ഒന്ന് ഇത് കാണിക്കും, സൂം ചെയ്ത് കാണിക്കും. തേങ്ങ കൊത്തും പയറും പിന്നെ അതിനെന്താ പറയുക ഉണക്ക മുളകും എല്ലാം കൂടെ നമുക്ക് ചോറിലേക്ക് ഇങ്ങനെ ഇടാം. നമ്മൾ സാധാരണ കൈ കൊണ്ടൊക്കെയാണ് തിന്നുന്നത്. ഇത് ഞാനിപ്പം നിങ്ങളെ കാണുന്നതുകൊണ്ട് കൈ അഴുക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് തേങ്ങ കൊത്തിക്കിട്ട് പയർ ഇരിക്കട്ടെ. ടേസ്റ്റ് ചെയ്യട്ടെ നിൽക്കട്ടെ. ഇനി ഒരു അരമണിക്കൂർ കഴിയുമ്പോ നിങ്ങൾ പോയിട്ട് നെയ്യും നമ്മുടെ എന്താ പയറും പിന്നെന്താ ഡ്രൈ ചില്ലിയും ഇതെല്ലാം കൂടെ തന്നിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ചില്ലിയൊക്കെ ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ എരി വരുന്നത് നന്നായിരിക്കും. ഇത് ഞാനിവിടെ മക്കൾക്ക് പറ്റാത്തതുകൊണ്ടാണ് എരി കുറച്ചിട്ടേക്കുന്നത്. ശരിക്കും നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ വെറുതെ പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കൊരു പുതിയ ഡിഷായിരിക്കും, ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന വിശ്വാസത്തോടെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ടാറ്റാ.